കഴിഞ്ഞ ദിവസം ഒരു രക്ഷിതാവ് ഒരു കുട്ടിയെ കൊണ്ട് ക്ലിനിക്കിലെത്തി. അപ്പോൾ രക്ഷിതാവിൻ്റെ ഒരു പരാതി എന്ന് പറഞ്ഞാൽ ഇവന് എപ്പോഴും ടോയ്ലറ്റിലാണ്, എപ്പോഴും ബാത്റൂമിൽ പോകണം, അല്ലെങ്കിൽ ബാത്റൂമിൽ പോയി കഴിഞ്ഞാൽ അവന് ഇറങ്ങില്ല, അവന് കുറേ സമയം ടോയ്ലറ്റിൽ. അപ്പോൾ ഞാൻ ചോദിച്ചു മൊബൈലൊക്കെ കൊണ്ടാണോ പോകുന്നത്? മൊബൈലൊന്നും കൊണ്ടുപോകുന്നില്ല, അവന് ടോയ്ലറ്റിൽ പോയാൽ ഒരുപാട് സമയം എടുക്കുന്നുണ്ട് ഡോക്ടറെ. അപ്പോൾ ഞാൻ വിചാരിച്ചു വല്ല പൈൽസിൻ്റെ പ്രശ്നങ്ങളോ അങ്ങനെ എന്തെങ്കിലും അസുഖങ്ങളോ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ ഡോക്ടർ ഒന്ന് സംസാരിക്കും അവൻ്റെ അടുത്ത് എന്ന് പറഞ്ഞിട്ടാണ് ഫാദർ എൻ്റെ അടുത്ത് കൊണ്ടുവരുന്നത്. അങ്ങനെ അവർ ഒന്ന് അവരോട് സംസാരിച്ചപ്പോഴാണ്, അവനോട് ഡീറ്റെയിൽ ആയിട്ട് ഓരോ കാര്യങ്ങൾ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് അവന് ഏറ്റവും കൂടുതൽ സമാധാനം കിട്ടുന്നത് ടോയ്ലറ്റിൽ പോകുന്നതും അവിടെയുള്ളൊരു അറ്റ്മോസ്ഫിയറിലാണെന്നുള്ളത്. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോഴാണ് അവൻ പറഞ്ഞത് അവനെ ഏറ്റവും ഇഷ്ടപ്പെടുന്നതായിട്ടുള്ള ഏതോ ഒരു വ്ളോഗർ അവരുടെ ഒരു വ്ളോഗിൽ പറയുന്നുണ്ട് അവർക്ക് ഏറ്റവും മനസ്സമാധാനം കിട്ടുന്നതും വളരെ റിലാക്സ് ആവുന്നതും ബാത്റൂമിൽ പോകുന്ന ഒരു സാഹചര്യത്തിലാണെന്നുള്ളത്. അപ്പോൾ ആ ഒരു ബേസിലാണ് ഇവനും അത് ഫോളോ ചെയ്യുന്നതുകൊണ്ടാണ് അവനും അങ്ങനെ ഒരു ഫീൽ അവൻ്റെ മനസ്സിൽ വന്നുള്ളത്. അപ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ഇതിലുള്ളത്. ഒന്ന് വ്ളോഗേഴ്സായിട്ടുള്ള ആളുകളും ഇൻഫ്ലുവൻസേഴ്സായിട്ടുള്ള ആളുകളും പറയുന്നത് വളരെയധികം നമ്മുടെ സമൂഹം എടുക്കുന്നുള്ളത് കൊണ്ട് തന്നെ അതിലെ പോസിറ്റീവ് മെസ്സേജുകൾ ക്രിയേറ്റ് ചെയ്യാൻ എല്ലാ വ്ളോഗേഴ്സും ശ്രദ്ധിക്കുക എന്നുള്ളത് ഒരു പോയിൻ്റാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ കുട്ടി എടുത്തത് ഇപ്പോൾ നമുക്കറിയാം ഒരുപാട് സമയം ടോയ്ലറ്റിൽ ഇരിക്കുന്നത് മൂലം ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്ക് വരാം. ഇപ്പോൾ മൊബൈലൊക്കെ കുറേ നേരം നമ്മൾ ടോയ്ലറ്റിലൊക്കെ ഉപയോഗിക്കുന്നത് മൂലം നമുക്ക് പല ആളുകളും ഇന്ന് മൊബൈൽ എടുക്കുന്നതും പത്രം വായിക്കുന്നതൊക്കെ ടോയ്ലറ്റിൽ നിന്നാണ്. അപ്പോൾ അതൊരു നല്ല സ്ഥലമല്ലേ, ബാക്ടീരിയകളും ഇൻഫെക്ഷൻസൊക്കെ വരാനുള്ള സാഹചര്യം ഉള്ളൊരു ഏരിയയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ടോയ്ലറ്റ് പോയി എത്രയും പെട്ടെന്ന് പുറത്ത് പോരുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ലോങ് ടേം ടോയ്ലറ്റിൽ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഹെമറോയിഡ്സ് പോലെ പൈൽസ് പോലെയുള്ള പ്രശ്നങ്ങൾ, മലബന്ധം, ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളത് ഇതിലൊരു മറ്റൊരു കാര്യമാണ്. അപ്പോൾ ആ കുട്ടിയായിട്ട് സംസാരിച്ച് ഞാൻ പറഞ്ഞു ഇതിൻ്റെ സൈഡ് എഫക്ട്സുകളും കുറേ സമയം ടോയ്ലറ്റിലൊക്കെ ഇരിക്കുന്നത് മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ അവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഒരുപാട് പാടുപെടേണ്ടി വന്നു. അപ്പോൾ നമ്മുടെ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഇത്തരം പോസിറ്റീവായിട്ടുള്ള മെസ്സേജുകൾ അവർ കൊടുക്കാൻ ശ്രദ്ധിക്കുക. അവർക്ക് ചിലപ്പോൾ അത് താല്പര്യമുള്ള കാര്യങ്ങൾ, അവരുടെ ജീവിതത്തിൽ അവർ ആശ്വസിക്കുന്ന കാര്യങ്ങളായിരിക്കും. പക്ഷേ അത് മറ്റുള്ള ആളുകളിലേക്ക് എത്രത്തോളം ഇൻഫ്ലുവൻസ് വരുന്നുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവരുടെ ഒരു സ്റ്റോറി ഇവിടെ പറഞ്ഞത്.